Join the legacy of excellence at Little Flower Engineering Institute, Kalamasheri, offering NCVT and ATP courses. Little Flower Engineering Institute, Kalamasheri. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് രാഷ്ട്രപതി തന്നെയാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനെ നിയമിക്കുന്നത് കേന്ദ്രമന്ത്രിസഭ പാനൽ സംവിധാനത്തിലൂടെ അതിലെ 2 പ്രതിനിധികളും പ്രതിപക്ഷ നേതാവും ചേർന്നുകൊണ്ടാണ്. ചുരുക്കി പറഞ്ഞാൽ പാർലമെന്റിലെ അംഗങ്ങളാണ് ഇവർ 3 പേരും. എന്നാൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തുകൊണ്ട് അധികാരസ്ഥാനമേൽപ്പിക്കുന്നത് രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതിയുടെ തീരുമാനം അന്തിമമായിരിക്കണമെന്നതാണ് ഭരണഘടനാപരമായിട്ടുള്ള വാക്യം. സുപ്രീം കോടതിക്ക് ചില കാര്യങ്ങളിൽ നിയമതടസ്സമുണ്ട് എന്ന് പ്രധാനമന്ത്രിയും ക്യാബിനറ്റും പറയുന്നത് വളരെയധികം ദുഷ്ടലാക്കോട് തന്നെയെന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ജ്ഞാനേഷ് കുമാറിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനല്ല ഭരണഘടനയ്ക്കാണ് പരമാധികാരമെന്ന് അമരാവതിയിൽ വെച്ച് നടന്ന പൊതുപരിപാടിയിൽ ജസ്റ്റിസ് BR ഗവായ് വ്യക്തമാക്കിയതാണ്. സഞ്ജീവ് ഖന്നയുടെ പാതയേക്കാൾ മൂർച്ചയേറിയ രീതിയിൽ നിയമം നടപ്പിലാക്കുക വഴി മാതൃകയാവുകയാണ് ജസ്റ്റിസ് ഭൂഷൺ രാമകൃഷ്ണ ഗവായ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്നും മാറ്റാൻ BJP അതുകൊണ്ടാണ് ഇത്രയധികം കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയെ പുറത്താക്കാൻ നിരവധിയായ ശ്രമങ്ങൾ നടത്തി. സഞ്ജീവ് ഖന്ന സുപ്രധാനമായ നിരവധിയായ വിധികൾ പുറപ്പെടുവിച്ച വ്യക്തിയാണ്. അതൊന്നും BJPക്ക് അനുകൂലമായിരുന്നില്ല. നോട്ടു നിരോധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ജസ്റ്റിസ് BR ഗവായിയുടെ പാനൽ അംഗത്വം പ്രതിപക്ഷത്തെ പോലും അംഗീകരിപ്പിക്കുന്ന രീതിയിൽ കയ്യടി നേടിയ വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം, അതും ഇലക്ഷൻ കമ്മീഷനെ മാറ്റേണ്ടതിന്റെ അനിവാര്യത രാഷ്ട്രപതിയെ തന്നെ ധരിപ്പിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. രാഷ്ട്രപതിയെ ചീഫ് ജസ്റ്റിസ് നേരിട്ട് കണ്ട് വിശദമായ വിവരങ്ങൾ അറിയിക്കാൻ ബാധ്യതയുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് പ്രതിപക്ഷം നീങ്ങുന്നത്. പക്ഷപാത രാഷ്ട്രീയം കളിക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രമം. അത് കൃത്യമായും ചെയ്തു കൊടുത്ത ഉപകാരത്തിന് പ്രത്യുപകാരമെന്ന രീതിയിൽ തന്നെയാണ്. കാരണം BR ഗവായ് അംഗമാകേണ്ടിയിരുന്ന പാനലിൽ, അതല്ലെങ്കിൽ സഞ്ജീവ് ഖന്ന ഉൾപ്പെടേണ്ട പാനൽ കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹത്തിനെ ഏകപക്ഷീയമായി പുറത്താക്കിക്കൊണ്ടാണ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടി 3 വോട്ടുകളിൽ 2 വോട്ടുകൾ നേടിക്കൊണ്ട് 66% വോട്ട് ഷെയർ ഇലക്ഷൻ കമ്മീഷൻ നേടിയെന്ന പ്രസ്താവന BJP നടത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷന്റെ അപ്പോയിന്റ്മെന്റ് ഏകപക്ഷീയമായിരുന്നു. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ കൃത്രിമം നടന്നു എന്ന ആരോപണം വരുമ്പോഴും ബീഹാറിൽ അതേസമയം തന്നെ EVMലെ പ്രശ്നങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടി ബോധപൂർവം നേരത്തെ തന്നെ മുൻകൂറായി വോട്ടർ പട്ടികയിൽ അട്ടിമറി കാണിക്കാൻ കൂട്ടുനിൽക്കുന്നത്. EVMലെ അട്ടിമറിയിലൂടെയാണ് മഹാരാഷ്ട്രയിൽ BJP അധികാരത്തിൽ വന്നതെങ്കിൽ അതേ രീതിയിൽ ബീഹാറിൽ വരാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒടുവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ജ്ഞാനേഷ് കുമാർ യഥാർത്ഥത്തിൽ ചെയ്തത് BJPക്ക് കുറച്ചുകൂടി എളുപ്പമാക്കാൻ വോട്ടർ പട്ടികയിൽ വരെ ക്രമക്കേട് നടത്താനുള്ള സഹായത്തിന് ഒത്താശ ചെയ്തു കൊടുത്തിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ തെരഞ്ഞെടുക്കുന്നതെന്ന് BR ഗവായ് ഉൾപ്പെടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ നടപടിക്രമങ്ങളെ ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ട് രാഷ്ട്രപതിക്ക് കത്തയക്കുകയാണ്.